ശബരിമല വിവാദങ്ങളുടെ കൊടുമുടി കയറുകയാണ്. ഓരോ ദിവസവും വെളിയിൽ വരുന്ന വിവരങ്ങളും വസ്തുതകളും അവിടെ നടന്ന കൊടും കൊള്ളയുടെ ചിത്രം കൂടുതൽ വ്യക്തമാക്കുന്നു. ദേവസ്വം ക്ഷേത്രങ്ങളിൽ വിളയാടുന്നത് ജീവനക്കാരും ഇടനിലക്കാരും ഉൾപ്പെട്ട ഗൂഢസംഘം എന്ന രൂക്ഷ വിമർശനം ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ. ദേവസ്വം ബോർഡുകളെ പിരിച്ചുവിടണമെന്നതടക്കമുള്ള പരാമർശവും പ്രസ്താവനയും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രണ്ടാം ദിവസവും വിജിലൻസ് ചോദ്യം ചെയ്തു. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി എങ്ങനെ ദേവസ്വം രേഖകളിൽ വെറും ചെമ്പ് മാത്രമായി മാറി? കുറവ് വന്ന തൂക്കം ചെമ്പ് പാളിയിൽ നിന്നും സ്വർണ്ണപ്പാളി അടർത്തി മാറ്റിയപ്പോൾ സംഭവിച്ചതാണോ? ശ്രീകോവിൽ വാതിൽ മാറ്റി സ്ഥാപിക്കാൻ ആരാണ് അവിടെ തീരുമാനമെടുത്തത്? ഇതിനൊക്കെ സ്പോൺസർമാരെ ക്ഷണിക്കാൻ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അധികാരം നൽകിയത്? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഹോട്ട് ആൻഡ് ടോക്ക് ചോദിക്കുന്നു, തീ വെട്ടിക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നതാര്? CPM-ൽ നിന്ന് ജേക്ക് സി തോമസ്, കോൺഗ്രസിൽ നിന്ന് വസന്ത് തെങ്ങുംവള്ളി എന്നിവരാണ് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത്. ആദ്യം ജേക്കിലേക്ക്. ജേക്ക്, ഇന്ന് ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പറഞ്ഞത്, എന്നെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു ശ്രമമൊന്നും ഞാൻ കാണുന്നില്ല, ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമായിരുന്നു, അങ്ങനെ ഒരു പ്രതിക്കൂട്ടിലാണ് താൻ എന്ന് തോന്നുന്നും ഇല്ല എന്ന് ആണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സത്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല പ്രതിക്കൂട്ടിൽ ഇവിടെ നിൽക്കുന്നത്, സർക്കാരും ദേവസ്വം ബോർഡും കൂടിയാണ്. കാരണം ഇങ്ങനെയുള്ള കൊള്ളകൾക്ക് അവിടെ അവസരമൊരുങ്ങിയത് അവിടെ സംഭവിച്ച മേൽനോട്ടക്കുറവിൻ്റെ ഫലമായി കൂടിയാണ്. ജേക്ക്, തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് ആധികാരികമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും ഓരോ പുതിയ വിവരങ്ങൾ അന്വേഷണത്തിൻ്റെ കൂടെ ഭാഗമായിട്ട് നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. ആ പുതിയ വിവരങ്ങളൊക്കെ അവിടെ സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും ശബരിമലയെ ഉപയോഗിച്ച് അമ്പലം വിഴുങ്ങികളായിട്ടുള്ള ചില ആളുകൾക്ക് തട്ടിപ്പ് നടത്താനുള്ള ഒരു അവസരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുവെന്നുമൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന വിവരങ്ങളാണ് സമീപ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം വിവരങ്ങളുടെ ആകത്തുകയോടാണ് മണിക്കൂറുകൾക്ക് പുറകിൽ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വിശാലമായി വിളിച്ചു ചേർക്കപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ അങ്ങയുടേതുൾപ്പെടെയുള്ള സ്ഥാപനത്തിലെ പ്രതിനിധികളുടെ ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കാര്യത്തിൽ ശക്തമായ അന്വേഷണം, ഏതു നിലയിലുള്ള അന്വേഷണവും നടത്തപ്പെടേണ്ടതുണ്ട്. ഒരാളെയും സംരക്ഷിക്കാനോ ഒരാളെയും സംബന്ധിച്ചുള്ള സംരക്ഷണം ഏറ്റെടുക്കാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റോ അതിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ CPIM-ഓ തയ്യാറല്ല എന്ന സുചിന്തിതമായ സുവ്യക്തമായ നിലപാട് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അങ്ങ് ചോദ്യത്തിൻ്റെ ഭാഗമായി വിശദീകരിച്ചതുപോലെ ഇത്തരത്തിലുള്ള ആളുകൾ വിവിധ സർക്കാരുകളുടെ കാലയളവിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഗവൺമെൻറ്റിനെ ചൂണ്ടിക്കാട്ടി ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ മാത്രം പ്രശ്നമാണ്, അവരുടെ മാത്രം നോട്ടക്കുറവാണ്, അവരുടെ മാത്രം മാപ്പർഹിക്കാത്ത കുറ്റകരമായ വീഴ്ചയാണ് എന്ന ഒരു വിലയിരുത്തലിന് ഏകപക്ഷീയമായ പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇദ്ദേഹം 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഇദ്ദേഹം പരികർമ്മി എന്ന നിലയിലോ സഹായി എന്ന നിലയിലോ ശബരിമലയിൽ എത്തിച്ചേരുകയും പിന്നീട് അവിടെ നിന്ന് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള നല്ല തിരക്കും അതേപോലെ തന്നെ വരുമാന വളർച്ചയും ഒക്കെയുള്ള മറ്റൊരു ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് വിവിധ ഗവൺമെൻറ്റുകളുടെ കാലയളവിലാണ്. 2003, 2005 അവിടെ നിന്ന് തിരികെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പാളികളുടെ സ്പോൺസർഷിപ്പ് സംഘടിക്കാൻ ഉതകുന്ന നിലയിൽ വിശ്വാസ്യത കണ്ടെത്താനുള്ള വളർച്ച, ഇതൊക്കെ വിവിധ സർക്കാരുകളുടെ കാലയളവിൽ നേടിയെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഏകപക്ഷീയമായ ഒരു രാഷ്ട്രീയ വിമർശനത്തിന് സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് നമ്മളുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ ലോകമെമ്പാടുമുള്ള മതനിരപേക്ഷവാദികളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് നമ്മുടെ നാട്ടിലെ TDP തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേതൃത്വമായത്. ആ സമയത്ത് ഉയർന്നുദിച്ചു വരുന്ന സവിശേഷകരമായ ഒരു രാഷ്ട്രീയ പരിസരമുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അങ്ങ് അനുവദിക്കുമെങ്കിൽ ഈ ചർച്ചയുടെ തന്നെ മറ്റൊരു അവസരത്തിൽ നമുക്കതിലേക്ക് പോവുകയും ചെയ്യാം. പക്ഷേ ആ പരിസരം നോക്കി ചില രാഷ്ട്രീയ താല്പര്യത്തോടു കൂടെയാണോ എന്ന സംശയത്തെ പ്രബലപ്പെടുത്തുമാറ് ഇദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. ആ ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ അതിശക്തമായ നടപടികളാണ് ദേവസ്വം വിജിലൻസിൻ്റെയും മറ്റ് അന്വേഷണ സംഘത്തിൻ്റെയും ഭാഗമായിട്ടുണ്ടായിരുന്നത്. ഒരു പച്ചക്കള്ളം, വിശ്വസിക്കാൻ കൊള്ളത്തില്ലാത്ത വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ഉടമയാണ് ഇദ്ദേഹമെന്ന് അനാവരണം ചെയ്യപ്പെടുമാർ അന്വേഷണം നടത്തപ്പെടുകയും പിന്നീട് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയുള്ള ഇദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നത്, അതിന് നേതൃത്വമായത് ഈ ഗവൺമെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അന്വേഷണ ഏജൻസികൾ തന്നെയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ബോധ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ
നിൽക്കക്കള്ളിയില്ലാതെ പറഞ്ഞ ഒരു കള്ളവും ആകാൻ സാധ്യതയുണ്ട്. അതിനകത്ത് നമുക്ക് ഗൂഢാലോചന അങ്ങനെ തള്ളിക്കളയാനുമാകില്ല, ഗൂഢാലോചന എന്ന് ഉറപ്പിക്കാനുമാകില്ല. അതൊക്കെ അന്വേഷണത്തിൽ കൂടി വെളിയിൽ വരേണ്ടതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ ഈ പീഠത്തിന്റെ കാര്യത്തിലുള്ള പ്രസ്താവനയുടെ കാര്യത്തിൽ. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സർക്കാരിന്റെ കാലത്താണ് ഈ രീതിയിൽ വളർന്നു വന്നത് എന്നൊന്നും ആരും ഇവിടെ പറയാൻ ശ്രമിക്കുന്നില്ല. എങ്കിൽ പോലും ജയ്ക്ക് അവിടെ ഏറ്റവും ദുരൂഹമായ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത് 2019 മുതൽ ആണ് എന്ന് കാണാൻ കഴിയും. അവിടേക്ക് ഒരു സംഘം ആളുകളെ കൊണ്ടുവരികയാണ് സ്പോൺസർമാരായിട്ട്. ആ സ്പോൺസർമാരെ കൊണ്ടുവരാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരാണ് അവിടെ പെർമിഷൻ കൊടുത്തത് എന്നത് ഒരു കാര്യം. അവിടെ ആദ്യം അദ്ദേഹം ചെയ്യുന്നത് ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി ഇളക്കിക്കൊണ്ടുപോവുകയല്ല ആദ്യം ചെയ്തിരിക്കുന്നത്. ആദ്യം വാതിലാണ്, അവിടെ ശ്രീകോവിലിൻ്റെ വാതിലാണ് അദ്ദേഹം പുതുക്കി പണിഞ്ഞിരിക്കുന്നത്. വിജയ് മല്യയുടെ വാതിൽ മാറ്റിവെച്ചതിന് ശേഷം പുതിയ വാതിൽ നിർമ്മിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റു സ്പോൺസർമാരും കൂടി ചേർന്നാണ്. അപ്പോൾ ഏറ്റവും ദുരൂഹമായ ഇടപെടൽ നടന്നിരിക്കുന്നത് 2019 മാർച്ച് മുതലാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ആ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഈ സർക്കാരും മറുപടി പറയണം എന്ന് ആവർത്തിച്ച് പറയുന്നത്. ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത് എന്നതുകൊണ്ടാണ്. ഇല്ല, ഞാൻ ആ കാര്യത്തിൽ മറിച്ച് ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തിന് മുതിരുകയല്ല. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ സർക്കാരും സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും നല്ല ശക്തമായ തന്നെ നിലപാട് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ സ്വീകരിച്ചല്ലോ. 2019 ആവട്ടെ, ഇതുവരെ ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച ഭാഗികമായ കാര്യങ്ങൾ ശരിയാണ്. ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 2019 ആണ്ടിൽ ഈ ഇത്തരം പാളികൾ കിടത്തിക്കൊണ്ടുപോകുകയും അതിന് സ്വർണം പൂശാൻ എന്ന വ്യാജേന പല ശ്രമങ്ങൾ നടത്തുകയും പിന്നെ അതിൻ്റെ പല പ്രചരണങ്ങൾ അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ചലച്ചിത്ര താരങ്ങളെ വരെ സാക്ഷി നിർത്തിക്കൊണ്ട് ചെന്നൈയിൽ പരിപാടി സംഘടിപ്പിക്കുന്നു, കോട്ടയത്തൊരു ക്ഷേത്രത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ സംഘാടനത്തിലൂടെ ഇദ്ദേഹം എത്രമാത്രം ലക്ഷങ്ങൾ കോടികൾ സമാഹരിച്ചിട്ടുണ്ട് നമുക്കറിയില്ല. പക്ഷേ ആ ഒരു സംഘാടനത്തിന് ഇദ്ദേഹത്തെ സഹായിക്കുമാറ് ഗുരുതരമായ കൃത്യവിലോപം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ദേവസ്വം വിജിലൻസിന്റെയോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയോ എക്സിക്യൂട്ടീവ് ഓഫീസറുടെയോ ദേവസ്വം സ്മിത്തിന്റെയോ മഹസർ തയ്യാറാക്കി കൊടുക്കേണ്ട ചുമതലപ്പെട്ട പോലീസ് സബ് ഇൻസ്പെക്ടറുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് മാത്രമല്ല, അവരെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് പ്രശ്നമുണ്ടായിട്ടുണ്ടോ? ആരുടെ ഭാഗത്തുനിന്ന് പ്രശ്നമുണ്ടായാലും ശക്തമായ അന്വേഷണം നടക്കുകയല്ലേ. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള വിവരങ്ങൾ വെളിയിൽ വരട്ടെ. അക്കാര്യത്തിൽ ഗുരുതരമായ കൃത്യവിലോപം ഇത്തരത്തിലുള്ള അമ്പലം വിഴുങ്ങികളെന്ന് സംശയിക്കുമാർ ചില ആളുകളെ സഹായിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ആ സഹായിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരൊക്കെ വെള്ളം കുടിക്കും, ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ടതില്ല. കാരണം ഈ കാര്യങ്ങൾക്കകത്ത് ഏത് ദേവസ്വം ബോർഡുകളുടെയും ചരിത്രത്തിൽ ഏറ്റവും മഹനീയമായ അഭിമാനാർഹമായ പ്രകടനം നടത്തി സർക്കാർ പണം ഉപയോഗിച്ച് ദേവസ്വം ബോർഡുകളെ സഹായിക്കുകയും ക്ഷേത്രവിശ്വാസികളെയും ക്ഷേത്ര ജീവനക്കാരെയും കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ചെറുതെങ്കിലും നേരിയതെങ്കിലും വലുതെങ്കിലും കൃത്യവിലോപം ഗുരുതരമായ കുറ്റം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അവരൊക്കെ ഇരുമ്പഴികൾക്കുള്ളിലാകും. നിയമ നടപടികളുടെ കാർക്കശ്യം അവർക്ക് നേരിടേണ്ട വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. ഇവിടെ ദേവസ്വം ബോർഡ് മുൻനിർത്തി ദേവസ്വം ബോർഡ് ഇങ്ങനെ നിരീക്ഷണത്തിലുള്ള ഒരു സ്ഥലത്ത്, ഹൈക്കോടതിയുടെ തന്നെ നിരീക്ഷണമുള്ള ഒരു സ്ഥലത്ത്, ശബരിമല പോലെ ഒരു അമ്പലത്തിൽ ഇത്തരത്തിൽ എങ്ങനെ കൊള്ള സാധ്യമാകും എന്ന് അത്ഭുതം തോന്നുന്ന വിധത്തിലാണ് ജയ്ക്ക് പക്ഷേ ഇപ്പോൾ ഓരോ വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. വസന്ത തെങ്ങുംപള്ളി, ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇതിനകത്ത് ക്ഷേത്ര സ്വത്തുക്കൾ അടക്കം കാണാതായി എന്നതടക്കമുള്ള പരാതികളാണ് ഉള്ളത്. നമ്മൾ ഈ സ്വർണ്ണപ്പാളിയുടെ കാര്യം പറയുമ്പോൾ ആ സ്വർണ്ണപ്പാളി ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണല്ലോ പ്രധാന പ്രശ്നം. ചെമ്പുപാളി എന്ന് മാത്രമാണ് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ അറ്റകുറ്റപ്പണിക്ക് എത്തിച്ചതും ചെമ്പുപാളി മാത്രമാണ്. അപ്പോൾ ആ സ്വർണ്ണപ്പാളി എവിടെ അഴിച്ചു വെച്ചു എന്നുള്ള കാര്യത്തിൽ അറിയില്ല. അപ്പോൾ വിജിലൻസിന്റെ മാത്രം അന്വേഷണ പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല ഇത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഈ രീതിയിൽ ഒക്കെ പോയാൽ മതിയോ? എന്താണ് നിങ്ങൾക്കൊക്കെ തോന്നുന്നത്? അല്ല ലക്ഷ്മി, നോക്കൂ, ഈ ചർച്ചയിൽ തന്നെ പങ്കെടുക്കുന്ന ഇടതു പ്രതിനിധി തന്നെ പറയുന്നത് അമ്പലം വിഴുങ്ങി എന്ന് സംശയിക്കുമാറ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിന് പോലും 100% ഉറപ്പില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു അമ്പലം വിഴുങ്ങിയാണ് എന്ന് വേണ്ട മനസ്സിലാക്കാൻ. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു അമ്പലം വിഴുങ്ങിയാണ് എന്ന് സംശയിക്കുകയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും. അതായത് പോറ്റി വളർത്തുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കൂട്ടരുമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഇടതു പ്രതിനിധി ചർച്ചയിൽ മറ്റൊരു വാദം ഉന്നയിച്ചു. എന്താ,
ഉണ്ണികൃഷ്ണൻ പോറ്റി 28 കെട്ട് കെട്ടിയത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നൂലുകെട്ട് കഴിഞ്ഞത്, അദ്ദേഹം ആദ്യമായി ശബരിമലയ്ക്ക് യാത്ര ചെയ്തത് ഒക്കെ ആർ ശങ്കറിന്റെ കാലത്താണ്. അതുകൊണ്ട് ആർ ശങ്കർ മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ കാലത്ത് നൂലുകെട്ട് മുതൽ 28 വയസ്സ് വരെ എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് ചെയ്യണം? കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെല്ലാം അങ്ങ് രാജിവെക്കണം എന്നാ പറയുന്നത്. നോക്കൂ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ കടന്നു കയറാനും ദേവസ്വം സ്വത്തിൽ കൈവെക്കാനും പറ്റിയത് 2019 മുതലാണ്. അവിടെ മുതലാണ് ദേവസ്വം സ്വത്ത് ഒരു കസ്റ്റോഡിയനും ഇല്ലാതെ, ഒരു ദേവസ്വം ബോർഡിന്റെ വിജിലൻസോ ഇന്റലിജൻസോ യാതൊരു തരത്തിലുള്ള ദേവസ്വം പ്രൊഫഷണൽസും ഇല്ലാതെ അത് തോന്നുമാറ് ഈ വീട്ടിലേക്ക് ചാളയൊക്കെ മേടിച്ചു കൊണ്ടുപോകുന്ന പോലെ കവറിലിട്ടുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന കണക്കിന് മാറിയത് നിങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോഴാണ്. പിന്നീട് അദ്ദേഹം ചോദിച്ചു, ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ആരാ? പി ബൈജു ഇടതു പ്രതിനിധി. നിങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ തിരുവാഭരണം കമ്മീഷണറാണ്. ഈ സ്വത്ത് കൊടുത്തുവിടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നോ? അദ്ദേഹം ഉണ്ടാവണ്ടേ? തിരുവാഭരണവുമായി ബന്ധപ്പെട്ട അതിന്റെ കസ്റ്റോഡിയൻ, ഇമ്മീഡിയറ്റ് കസ്റ്റോഡിയൻ തിരുവാഭരണം കമ്മീഷണറാണ്. അദ്ദേഹം ഉണ്ടായിരുന്നോ? തിരിച്ചത് എത്തുമ്പോൾ മഹസറിൽ സൈൻ ചെയ്യേണ്ടതും അദ്ദേഹം തന്നെയാണ്, പി ബൈജു. അദ്ദേഹം സൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ അയ്യപ്പന്റെ സ്വത്തും എടുത്തുകൊണ്ട് നടന്നു പോകുന്ന സമയത്ത്, തോന്നിവാസം കാണിക്കാൻ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡിന്റെ ഒഫീഷ്യൽ, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ അനുചരിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തെ പിന്തുടർന്നിട്ടുണ്ടോ? അദ്ദേഹത്തെ അനുഗമിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടാവണ്ടേ? അത് ചെയ്തിട്ടില്ല. ഇനി തിരിച്ചെത്തിയ ദേവസ്വം ബോർഡിന്റെ സ്വത്ത് അത് വെയിറ്റ് മെഷർമെന്റ് നടത്തിയാണല്ലോ തിരിച്ചു നൽകുന്നത്. ഇപ്പൊ ഞാൻ ലക്ഷ്മി, നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിലാണെന്ന് ഇരിക്കട്ടെ, ഞാൻ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ഒരു സാധനം ഉപയോഗിക്കാൻ മേടിച്ചുകൊണ്ട് പോകുന്നു എന്നിരിക്കട്ടെ, എങ്കിൽ പോലും ഞാനത് തിരിച്ച് ലക്ഷ്മിക്ക് കൊണ്ടുവന്ന് തരുമ്പോ ലക്ഷ്മി നോക്കില്ലേ എന്റെ കയ്യിൽ കൊടുത്തുവിട്ട രീതിയിലാണോ അതുള്ളത് എന്ന്. അപ്പൊ സ്വാഭാവികമായും പോയ സ്വത്ത് തന്നെ മടങ്ങി വന്നിട്ടുണ്ടോ, പോയ കിലോഗ്രാം തന്നെ മടങ്ങി വന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാ? ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാ. ആ മെഷർമെന്റ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇനി ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിയമപ്രശ്നമുണ്ട്. അയ്യപ്പനെ മൈനർ ആയിട്ടാണ് ആര് കാണുന്നത്? നിയമം കാണുന്നത്. അപ്പൊ മൈനറിന്റെ സ്വത്തിന്റെ കസ്റ്റോഡിയൻ പേരന്റ് ആണ്. പേരന്റ് എന്ന് വെച്ചാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അപ്പോ മൈനറായ അയ്യപ്പന്റെ സ്വത്ത് പോയിട്ടുണ്ടെങ്കിൽ, പ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് കസ്റ്റോഡിയനായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ഇത് നിയമത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ അതിന്റെ ഉത്തരം പറയണ്ടേ? പോറ്റിയെ തള്ളിപ്പറയാൻ ഇവർ തയ്യാറാവണ്ടേ? ഇതുവരെ നേരത്തോട് നേരം എടുക്കുന്നതിനുള്ളിൽ ഇതുവരെ ഒരു വാക്കുകൊണ്ട് പോലും പോറ്റിയെ ഒന്നൊന്ന് വേദനിപ്പിക്കാൻ എന്താ ഇവർക്ക് ഇത്ര ബുദ്ധിമുട്ട്? അപ്പൊ വ്യക്തിത്വമാണ്. പോറ്റിയെ സംശയമുണ്ട്. പോറ്റിയുടെ പ്രസ്താവന അയ്യപ്പ സംഗമത്തെ അട്ടിമറിക്കാനാണ്, അതിനെതിരായ ഗൂഢാലോചനയാണ് എന്നൊക്കെ ഇതിനോടകം പ്രസ്താവനകൾ വന്നു കഴിഞ്ഞു കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ലക്ഷ്മി, അയ്യപ്പ സംഗമം പ്ലാൻ ചെയ്യുന്നതിന് എത്രയോ മുമ്പാണ് ഈ സംഭവങ്ങൾ അവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പി ബൈജു അടക്കമുള്ളവർ ആ തിരുവാഭരണം കമ്മീഷണർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ആവശ്യമാണ്. അത് ഉണ്ടായിട്ടില്ല തുടങ്ങിയുള്ള ഒരുപാട് പ്രൊഫഷണൽ ഇഷ്യൂസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഇവരിത് അയ്യപ്പ സംഗമം നടത്താൻ പോകുകയാണ് എന്ന് മുൻകൂട്ടി കണ്ട് ചെയ്തു കൂട്ടിയതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷെ നമുക്ക് സംശയിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് മുൻകൂട്ടി കണ്ട സർക്കാർ ഈ വിഷയങ്ങൾ ഇതാ പുറത്തേക്ക് വരാൻ പോവുകയാണെന്നും അത് അയ്യപ്പ ഭക്തർക്കിടയിൽ വലിയ പ്രതിസന്ധി ഈ സർക്കാരിന് ഉണ്ടാക്കി വെക്കുമെന്ന് മുൻകൂട്ടി കണ്ട സർക്കാർ അയ്യോ ഞങ്ങളെല്ലാം അയ്യപ്പ ഭക്തരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് വലിയൊരു അയ്യപ്പ സംഗമം നടത്തി അതിന്റെ ഒരു മറ സൃഷ്ടിക്കാൻ ശ്രമിച്ചതാണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. സ്വാഭാവികമായും തിരുവിതാംകൂർ വിജിലൻസ്, ദേവസ്വം വിജിലൻസോ ആയതുമായി ബന്ധപ്പെട്ട പോലീസോ ആയതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളോ അന്വേഷിച്ചാൽ പോരാ. ഒന്നെങ്കിൽ ഈ കേസ് CBIക്ക് വിടുകയോ അല്ലെങ്കിൽ കൃത്യമായ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിക്കാനോ തയ്യാറാവണം. ഇത് കേരളത്തിലെ മാത്രമല്ല, അയ്യപ്പനെ വിശ്വസിക്കുന്ന അയ്യപ്പ ഭക്തരായിട്ടുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഒരുപാട് അയ്യപ്പ ഭക്തന്മാരെ ബാധിക്കുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ കൃത്യമായ നടപടി ഉണ്ടാവണം. കാരണം ഇവർ ആദ്യം അവിടുത്തെ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട്, ആചാരങ്ങളെ തട്ടി മറിച്ചുകൊണ്ട്, ആചാരങ്ങളെ ദുഷിപ്പിച്ചുകൊണ്ട് ആ ശബരിമല നശിപ്പിക്കാൻ നോക്കി, ആ പുണ്യസ്ഥാനം നശിപ്പിക്കാൻ നോക്കി. ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അക്കാര്യം ചെയ്തത്. വസന്ത് തിരിച്ചെത്താം. ഈ കാര്യത്തിൽ മാനുവൽ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഈ പൊളിച്ചുകൊണ്ടു പോകുമ്പോൾ സ്വർണം പൂശിയിരുന്ന, സ്വർണം മുകളിൽ പതിപ്പിച്ചിരുന്ന ആ ആവരണം അതെങ്ങനെയാണ് ആ ചെമ്പുപാളി മാത്രമായി മാറിയത്? അവിടെ ആ മഹസറിലും രേഖപ്പെടുത്തിയത് ചെമ്പുപാളി എന്നാണ്, അവിടെ എത്തിയപ്പോഴും കിട്ടിയത് ചെമ്പുപാളി എന്നുള്ളത് തന്നെയാണ്. അത് ഇവിടുന്ന് ശബരിമലയിൽ നിന്ന്
ചെന്നൈ വരെ എത്തിക്കാൻ 39 ദിവസമാണ് എടുത്തത്. അപ്പോൾ പ്രധാന ചോദ്യം, ആ സ്വർണ്ണപ്പാളി, ആ ദ്വാരപാലക വിഗ്രഹത്തിന് മുകളിൽ പൂശിയിരുന്ന ചെമ്പുപാളിക്ക് മുകളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി എവിടെ എന്നുള്ളതാണ്. അതൊക്കെ വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ എങ്ങനെയാണ് വരിക? അതൊരു സത്യം പറഞ്ഞാൽ അതൊരു ക്രിമിനൽ കേസല്ലേ, ഒരു ക്ഷേത്ര സ്വത്തല്ലേ പോയിരിക്കുന്നത്. അത് എവിടെയാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ലല്ലോ. തീർച്ചയായിട്ടും ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് വിശദീകരിച്ചത്. ഞാൻ അതിലേക്ക് തന്നെ വരികയും ചെയ്യാം. പക്ഷേ അതിന് തൊട്ടു മുമ്പ് ബഹുമാനീയനായ കോൺഗ്രസ് പ്രതിനിധി സംസാരിച്ചാരംഭിക്കവേ അദ്ദേഹത്തിൻ്റെ എല്ലാ വാദങ്ങൾക്കും സ്വാഭാവികമായിട്ട് എനിക്ക് മറുപടി പറയാൻ സമയം ലഭിക്കാൻ സാധ്യതയില്ല. പക്ഷേ അദ്ദേഹം പറയുന്നു, ഈ തരത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള, ഇത്തരത്തിൽ അമ്പലം വിഴുങ്ങി എന്ന സംശയത്തെ പ്രബലപ്പെടുത്തുന്നു. അതാണ് ഞാൻ ഉപയോഗിച്ച വാക്ക്. അപ്പോൾ അതിന് നേതൃത്വം നൽകിയെന്ന് ഇപ്പോൾ നമുക്ക് കരുതാൻ സാധ്യതയുള്ള ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റി, അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ ഞങ്ങളാരും തയ്യാറല്ല എന്നുള്ളതാണ്. എനിക്ക് ബഹുമാനികളായ കോൺഗ്രസ് പ്രതിനിധിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങ് ബോധപൂർവം നല്ല ധാരണയുടെ കൂടെ തന്നെയാണ് പറഞ്ഞതെങ്കിൽ അങ്ങ് ചില പ്രധാനപ്പെട്ട പ്രസ്താവനകൾ, പ്രതികരണങ്ങൾ അങ്ങ് കാണാതെ പോയിട്ടുണ്ട്. അത് കാണാൻ അങ്ങ് ശ്രമിക്കണമെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, സംഭവവികാസങ്ങൾ ഉണ്ടാകുന്ന ആദ്യ ദിവസം തന്നെ ബഹുമാനിയനായ ദേവസ്വത്തിന്റെ ചുമതല കൂടിയുള്ള വകുപ്പ് മന്ത്രി സഖാവ് VN വാസവൻ, അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നായിരുന്നു. അങ്ങ് ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ ആർക്കൈവുകൾ യൂട്യൂബിലെടുത്ത് പരിശോധിച്ചാൽ ആ പ്രതികരണം ദൃശ്യമാണ്. വിശ്വസിക്കാൻ കൊള്ളത്തില്ലാത്ത ആളാണ് ഉണ്ണികൃഷ്ണൻ. അതിന് മറുപടി പറഞ്ഞ സമയം കളയണ്ട. സത്യത്തിൽ അത് പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണ്, ആ ദുരൂഹ വ്യക്തിത്വം എന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി. എന്ന് മാത്രമല്ല, ആഗോള അയ്യപ്പ സംഗമത്തെ അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ പ്രസ്താവന എന്ന് സംശയിക്കുന്നു എന്നും ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിരുന്നു, സർക്കാരിന്റെ പ്രതിനിധികളായിട്ടുള്ളവർ പറഞ്ഞിരുന്നു. ആ കാര്യത്തിൽ വിശദീകരിച്ച സമയം കളയണ്ട. പക്ഷേ ഈ അന്വേഷണം മതിയോ എന്നുള്ളതാണ്. ഈ മൂല്യമേറിയ അയ്യപ്പന്റെ സ്വത്തുകൾ ഇത് എവിടെയാണ് എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യം. അവിടെ ഈ വിജിലൻസ് അന്വേഷണം കൊണ്ട് കാര്യങ്ങൾ ശരിയാകുമോ ജേക്ക്? തീർച്ചയായിട്ടും അങ്ങ് ലഘുവായ അർത്ഥത്തിൽ അങ്ങ് അദ്ദേഹത്തെ വിശദീകരിക്കാൻ, തിരുത്താൻ ശ്രമിച്ചു എന്നുള്ളത് ഞാൻ കാണാതിരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ആകെ പറയാൻ ശ്രമിച്ചത് എന്താണ്? അദ്ദേഹത്തിന്റെ വാദങ്ങളുടെ ആകത്തുകയാണ് ഈ തരത്തിലുള്ള സംഘങ്ങളുടെ പൊളിറ്റിക്കൽ പാർട്ടനേജ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്, CPIM-നാണ്. അതുകൊണ്ട് ഈ വിഴുപ്പൊക്കെ ഉണ്ടാകാൻ കാരണം CPIM ആണ് എന്ന് അടിച്ചു പരത്തി അദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ ഏർപ്പാട് നടക്കില്ല എന്ന് ഞാൻ തിരികെ അങ്ങോട്ട് പറഞ്ഞതാണ്. അത് ദേവസ്വം ബോർഡ് മന്ത്രിയുടെ പ്രസ്താവന മാത്രമല്ല, നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ലേ ഈ പോറ്റിയുടെ പ്രസ്താവനയെ എടുത്തു വെച്ച് വാർത്താ സമ്മേളനം നടത്തി ഇപ്പൊ തന്നെ ഇതിന് മോഷണം സംഭവിച്ചിരിക്കുന്നു, തരികിട നടത്തിയിരിക്കുന്നു എന്ന് പോറ്റിയുടെ പ്രസ്താവന എടുത്തു വെച്ച് വാർത്താ സമ്മേളനം നടത്തിയതാരാണ്? ആ വാക്കുകളെ തൊണ്ട തൊടാതെ വിഴുങ്ങിയതാരാണ്? അത് കോൺഗ്രസ് നേതാവിന് അറിയില്ലേ? ആ വിഴുങ്ങിയതിന്റെ പേരിൽ വാർത്താ സമ്മേളനം നടത്തിയ ആള് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, കോൺഗ്രസ് നേതാവേ. അങ്ങ് ആദ്യം പരിശോധിക്കണം, ആരാണ് പോറ്റിയുടെ വാക്കുകളെ തൊണ്ട തൊടാതെ എടുത്ത് വിഴുങ്ങി അതിന്റെ പേരിൽ വാർത്താ സമ്മേളനം നടത്തി അതിന്റെ പേരിൽ ഇവിടെ കൂട്ടക്കൊള്ള നടന്നു എന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് അങ്ങ് പോയി പരിശോധിച്ചാൽ മതി, അപ്പൊ കിട്ടും. പിന്നെ ഇങ്ങനെ ഈ സാധ്യതകളും ഈ തട്ടിപ്പ് നടത്തിയ ആളുകളുടെ വാക്കുകൾ വിശ്വസിച്ചിരിക്കാതെ അയാളുടെ വീട്ടിൽ തന്നെ റെയ്ഡ് ചെയ്ത് ഇത്തരം സാധനങ്ങൾ കണ്ടെത്തിയതാരാണ്? അത് ഈ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഏജൻസികളാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു വന്നപ്പോ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? വിശ്വാസികളെ പറ്റിക്കാൻ എന്തോ ഒരു സംഗമം നടത്തിയെന്നല്ലേ? അങ്ങ് ആരെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് പറയുന്നത്? അങ്ങയുടെ നേതാവ്, പഴയ RSSന്റെ പ്രചാരകൻ, മുഖ്യമന്ത്രിയായിരിക്കുന്ന തെലങ്കാനയിൽ ഇപ്പൊ നവമി ഘോഷയാത്ര നടത്തുകയാണ്. എങ്ങനെയാ അവിടെ വിശ്വാസികളെ പറ്റിക്കുന്നത്? ആങ്കർക്ക് അറിയാമായിരിക്കുമല്ലോ. ഇതിനോടകം വാർത്തകൾ വന്നു. എങ്ങനെയാണ് ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾ ടാർപോളിൻ കൊണ്ട് കെട്ടിമറയ്ക്കുകയാണ്. യോഗി ആദിത്യനാഥ് UP-യിൽ ചെയ്യാത്ത പണിയല്ലേ കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിന് ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത്? അങ്ങനെ വിശ്വാസികളെ പറ്റിക്കുന്ന കോൺഗ്രസ് ഏർപ്പാട് കേരളത്തിൽ നടത്തണമെന്നാണോ കോൺഗ്രസ് പ്രതിനിധി ആഗ്രഹിക്കുന്നത്? അത് കേരളത്തിൽ നടപ്പില്ല. അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ്? അങ്ങയുടെ നേതാവ് ദേവസ്വം മന്ത്രിയായിരുന്ന കാലം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് വാർത്തകളുടെ പ്രത്യേകത എന്തായിരുന്നു? ഇത് എന്തൊരു ഏർപ്പാടാണ്? എന്തോ ഓസ്കാർ കിട്ടിയ കണക്കിന് അങ്ങ് വായിച്ചു കോൾമയർക്കുണ്ടല്ലോ. നാണമില്ലാത്ത കൂട്ടര്. താങ്കളുടെ അവസരത്തിൽ സംസാരിക്കാം ജേക്ക്. അതിൽ നിന്ന് ഞാൻ ചോദിച്ച വിഷയത്തിലേക്ക്, ഇവിടെ വിലയേറിയ
കാര്യങ്ങൾ, അതിന് നമുക്ക് ഈ ക്ഷേത്ര സ്വത്തുക്കളുടെ കാര്യത്തിലൊന്നും നമ്മൾ പറയുന്നത് പോലുള്ള മൂല്യമല്ല എന്ന് താങ്കൾക്കും അറിയാമല്ലോ. ഇവ എവിടെ പോയി എന്നുള്ളതാണല്ലോ പ്രധാന ചോദ്യം. എങ്ങനെയാണ് സ്വർണം പൊതിഞ്ഞിരുന്ന ആ ചെമ്പുപാളി മാത്രമായി മാറിയത്? എവിടെ പോയി സ്വർണം? എങ്ങനെ ചെമ്പ് മാത്രമായി മാറി? ഇത് ഈ ദിവസങ്ങളിലൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോഴും അവിടെ അന്വേഷിക്കുന്നത് ഒരു വിജിലൻസ് മാത്രമാണ് അന്വേഷിക്കുന്നത്. ശരിക്കും ആ അന്വേഷണം മതിയോ? പോരാ. ഞാൻ ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരാം. ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ അങ്ങയുടെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരിക തന്നെ ചെയ്യാം. എനിക്ക് എന്തായാലും ഇത്തരത്തിലുള്ള സംവാദങ്ങൾ അത് ഏതുമാകട്ടെ, അത് ഇടയ്ക്ക് കയറി എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം പറയുമ്പോൾ എൻ്റെ എതിർപക്ഷത്തോ രാഷ്ട്രീയമായി ഞങ്ങളോട് വിയോജിപ്പുള്ള ഒരാൾ പറയുമ്പോൾ അതിനിടയ്ക്ക് കയറി അലമ്പാക്കി ഒച്ച വെച്ചിട്ട് ഈ സംവാദമാകെ തകർത്ത് കളയണം, ഇതാരും ജനങ്ങൾ ഇത് കേൾക്കാൻ പാടില്ല എന്നൊരു ധാരണയും എനിക്കില്ല. അങ്ങ് പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ അവസാനിപ്പിച്ചു. കാരണം എന്താണ്, എനിക്ക് നല്ല ധാരണയുണ്ട്, എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്താണ്, അത് എത്രമാത്രം സത്യസന്ധവും ധാർമ്മികവും ഉള്ളതാണ് എന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ അവസരത്തിൽ മാത്രം സംസാരിച്ചാൽ മതി. അങ്ങ് ഒച്ച വെക്കോ അലമ്പാക്കോ എന്താ അങ്ങയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോ. പിന്നെ ഒറ്റ കാര്യം, അങ്ങ് തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവവികാസം, കോൺഗ്രസ് അനുഭവം കേരളത്തിൽ നടപ്പില്ല എന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അത് വർത്തമാനകാല അനുഭവമാണ്, യാഥാർത്ഥ്യമാണ്. പിന്നെ ദേവസ്വം മന്ത്രി കേരളത്തിലും ഉണ്ടായിരുന്നല്ലോ കോൺഗ്രസ് നേതാവ്. ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന് ഭരണമുണ്ടായിരുന്ന ദേവസ്വം മന്ത്രിയുടെ സഹോദരനെ ഓംബുഡ്സ്മാൻ എടുത്തു കൊടഞ്ഞു, ഹൈക്കോടതി നടപടിയെടുത്തു. ഏതാ ദേവസ്വം മന്ത്രി എന്ന് അങ്ങേക്ക് അറിയുമോ? ജയകുമാർ ആരാണെന്ന് കോൺഗ്രസ് പ്രതിനിധി സൗകര്യം കിട്ടുമ്പോൾ 2016 പുറകിൽ ഏറ്റവും ഒടുവിലത്തെ കോൺഗ്രസ് കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കണം. ദേവസ്വം മന്ത്രിയുടെ സഹോദരന്റെ നേതൃത്വത്തിൽ അമ്പലം കേന്ദ്രീകരിച്ച് നടത്തപ്പെട്ട കാര്യം എന്താണ്? ഓംബുഡ്സ്മാൻ കണ്ടെത്തിയത് എന്താണ്? ഹൈക്കോടതി തൂക്കിയെടുത്ത് പുറത്താക്കാൻ ശ്രമിച്ചത് ഏത് മന്ത്രിയുടെ കോൺഗ്രസ് നേതാവായ സഹോദരനെയാണെന്ന് സമയം കിട്ടുമ്പോൾ കോൺഗ്രസ് നേതാവ് ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. പിന്നെ അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്. ഇത്തരത്തിൽ 2019 സ്വർണം പൂശാനോ അല്ലെങ്കിൽ മറ്റനുബന്ധ കാര്യങ്ങൾക്കോ ആയിട്ട് ശബരിമല ക്ഷേത്ര സംബന്ധമായിട്ടുള്ള സാധന സാമഗ്രികൾ പുറത്തു കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലേ? അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, അതേപോലെ തന്നെ ദേവസ്വത്തിന്റെ സ്മിത്ത്, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ മഹസർ തയ്യാറാക്കി സ്പെഷ്യൽ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടെ കൊണ്ടുപോകുകയും തിരികെ കൊണ്ടുവരികയും തൂക്കമളന്ന് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന കാര്യത്തിൽ പോരായ്മ 2019 ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ബോധ്യത്തോടു കൂടെ പറയുന്നു, അന്വേഷണം നടക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്നു സ്വത്തുക്കൾ കാണാതായതടക്കം അതിനകത്ത് മോഷണ കേസ് അടക്കം വരികയാണ്, ക്രിമിനൽ കേസിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് ഈ വിജിലൻസ് അന്വേഷണം കൊണ്ട് ശരിയാകുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയമാണത്. താങ്കൾക്കും അത് തോന്നുന്നില്ലേ? ഒരിക്കലുമില്ല. അക്കാര്യത്തിൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് നിർബന്ധമായിട്ടും. പക്ഷെ എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ദേവസ്വം ബോർഡ് ഇതിനോടകം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. കേരള പോലീസിന് ഈ കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെങ്കിൽ ഒരേ സമയത്ത് വ്യത്യസ്ത ഏജൻസികൾക്ക് ഒരു കേസ് അന്വേഷിക്കാൻ നിയമപരമായി കഴിയില്ല. ഇപ്പോൾ ദേവസ്വത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്, ദേവസ്വം വിജിലൻസ് ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിയുടെ ബെഞ്ച് 27 മുന്നോടിയായിട്ട് ഈ കേസ് പരിഗണിക്കുന്ന ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശക്തമായി കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ള അവർ ഇതിനോടകം പ്രഖ്യാപിച്ച നിലപാട് ഹൈക്കോടതി അറിയിക്കും. ഹൈക്കോടതി എന്തു തീരുമാനിക്കുന്നോ, ഏത് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഈ അന്വേഷണം തുടരണമെന്ന് ഹൈക്കോടതി തീരുമാനിക്കുന്നോ ആ സംഘത്തിന്റെ നേതൃത്വത്തിൽ തുടരണം. അക്കാര്യത്തിൽ കോൺഗ്രസുകാരെ പോലെ രണ്ടഭിപ്രായമില്ല. ഹൈക്കോടതിയുടെ സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്ന് ICC സെക്രട്ടറിയും മുൻ പ്രതിപക്ഷ നേതാവും പറയുന്നു. അതുപോലെ CBI വേണമെന്ന് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറയുന്നു. അങ്ങനത്തെ രണ്ടഭിപ്രായം ഞങ്ങൾക്കില്ല. കോടതിയുടെ നിർദ്ദേശാനുസരണം ഏത് ഏജൻസിയുടെയും നേതൃത്വത്തിലുള്ള അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത് വേണമെന്ന് ഇതിനോടകം TDP അടക്കം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. വസന്ത്, ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുകയാണ് ഇടതുപക്ഷ സർക്കാർ. അപ്പോഴും അവിടെ ഈ പോറ്റി നടത്തിയ കൊള്ള അത് ദേവസ്വം ബോർഡ് അറിയാതെയാണ്, സർക്കാർ അറിയാതെയാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, അതിന് ഉത്തരം പറയാം. അതിന് മുമ്പ് ഇടതു പ്രതിനിധി, നിങ്ങളുടെ തന്നെ മന്ത്രി, അതായത് എന്റെയും അങ്ങയുടെയും ജില്ലയിൽ തന്നെയുള്ള മന്ത്രിയും നിങ്ങളുടെ അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ ലെറ്റർ എന്തോ മഹാതിരുമനസ് പൊന്നുതമ്പുരാന്റെ പ്രശസ്തി പത്രം കണക്ക് വായിച്ച് കോൾമയർ കൊണ്ടിട്ട് അതിനുശേഷം ചർച്ചകളിൽ വരുന്ന അങ്ങടങ്ങുന്ന ഇടത് വക്താക്കൾ അയ്യോ യോഗി ആദിത്യനാഥ് വലിയ പ്രശ്നക്കാരനാണേ എന്ന് മേനി നടിച്ചാൽ അത് അരിയാഹാരം കഴിക്കുന്നവർ ആട്ടിത്തുപ്പുകയുള്ളൂ നിങ്ങളുടെ മുഖത്ത് എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ട്, RSS ബന്ധം പറയുമ്പോൾ ഈ രാജ്യത്തെ ഭരണഘടന മാറ്റി ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന് പറഞ്ഞ ദത്താത്രേയ ഹുസബിളയെ കാണാൻ പോയത് നിങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥനെ പിന്നെ
ആരാണ് വിട്ടത് എന്നുകൂടി അങ്ങ് പറഞ്ഞാൽ മതി. 2, ഹൈക്കോടതിയുടെ അന്വേഷണം നടക്കുകയാണ്. അല്ല, അതിലേക്ക് ഈ വിഷയത്തിലേക്ക് വരുന്നത് 2, ഹൈക്കോടതിയുടെ അന്വേഷണം നടക്കുകയാണ്. എന്റെ പൊന്നി ഇടതു വക്താവേ, എന്റെ പൊന്നി ഇടതു പ്രതിനിധി, ഞാൻ ചോദിക്കട്ടെ, ഹൈക്കോടതിയുടെ അന്വേഷണം നിങ്ങളുടെ സർക്കാരിന്റെ ഇന്റൻഷനിലോ ഇനിഷ്യേറ്റീവിലോ നടക്കുന്നതാണോ? അല്ല, കോടതിയുടെ സുവോമോട്ടോ കേസ്, അതായത് കോടതി സ്വമേധയാ കേസെടുത്ത് നടത്തുന്ന അന്വേഷണമാണ്. ആ അന്വേഷണത്തിൽ ആരന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പറയും. നിങ്ങൾ ചെന്നിട്ടില്ല, പറ്റില്ല, ഇതിപ്പോ കുട്ടമ്പുള്ള പോലീസ് അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എടുത്തു പള്ളയിൽ കളയും കേസ്. അത് അങ്ങേക്ക് ചിലപ്പോൾ കോടതി വ്യവഹാരത്തെ പറ്റി കൃത്യമായ ബോധ്യമില്ലാത്തത് കൊണ്ടാവാം. 2, അങ്ങ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്താണത്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറയട്ടെ എന്റെ പൊന്നി ഇടതു വക്താവേ, എന്തിനാണ് തിരുവാഭരണത്തിന് സ്പെഷ്യൽ കമ്മീഷണറെ നിയമം വെക്കുന്നത്? കാരണം ശബരിമലയെ സംബന്ധിച്ച്, അവിടുത്തെ ദിവ്യസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവകകളാണ് തിരുവാഭരണം. അതുകൊണ്ടാണ് അതിനൊരു സ്പെഷ്യൽ കമ്മീഷണർ, ഒരു സെപ്പറേറ്റ് കമ്മീഷണറെ നിയമം അവിടെ വെച്ചിരിക്കുന്നത്. ആ കമ്മീഷണറാണ് ഈ സ്വത്ത് കൊടുത്തുവിടുന്ന മഹസറിലും അത് തിരിച്ചു വരുന്ന മഹസറിലും സൈൻ ചെയ്യേണ്ടത്, കൗണ്ടർ സൈൻ ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല എന്നാണ് ഉത്തരം. അപ്പൊ എന്തുകൊണ്ടാണ് പി ബൈജുന് അത് സൈൻ ചെയ്യാൻ പറ്റാതെ പോയത്? മഹസറിൽ നിങ്ങൾ കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് ഗോൾഡ് പ്ലേറ്റഡ് ക്ലോണിങ്സ് എന്നതിന് പകരം, അതായത് സ്വർണം പൂശിയ പാളികൾ എന്നതിന് പകരം നിങ്ങൾ ചെമ്പു പാളി എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നത്? അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പോറ്റിയെ പോറ്റുന്നത് നിങ്ങൾ തന്നെയാണ് എന്ന് കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇവിടെ അരിയാഹാരം കഴിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇത് നിങ്ങളുടെ വിജിലൻസോ നിങ്ങളുടെ കീഴിലുള്ള, അതായത് ഏത് ഈ പോറ്റിയെ സംരക്ഷിച്ച ഈ പറയുന്ന ദേവസ്വം ഉദ്യോഗസ്ഥർ അടങ്ങുന്ന, അവർക്ക് ആക്സസ് ഉള്ള, അവർക്ക് സ്വീകാര്യതയുള്ള നിങ്ങളുടെ കീഴിലുള്ള ദേവസ്വം ഇന്റലിജൻസോ വിജിലൻസോ അന്വേഷിച്ചാൽ പോരാ. ആ വിഷയത്തിൽ ഒന്നെങ്കിൽ സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം, ഇല്ലെങ്കിൽ CBIയുടെ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ്. കാരണം ഇത് നിയമപരമായി പോലും, ലീഗൽ ടെക്നിക്കാലിറ്റി നോക്കിയാൽ പോലും, ലക്ഷ്മി തന്നെ ഒരുപാട് തവണ ചൂണ്ടിക്കാണിച്ചു, ഇതിൽ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടന്നിരിക്കുന്നു. ആ ക്രിമിനൽ ആക്ടിവിറ്റിയെ അഡ്രസ് ചെയ്യേണ്ടത്, ആയതുമായി ബന്ധപ്പെട്ട നിയമ നടപടി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ദേവസ്വം വിജിലൻസ് അല്ല. അതിന് ദേവസ്വം വിജിലൻസിന് ജുറിസ്ഡിക്ഷൻ ഇല്ല. അത് അറിയില്ലെങ്കിൽ പഠിച്ചിട്ട് അതിനെപ്പറ്റി പ്രതികരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നന്നാവുക എന്ന് മനസ്സിലാക്കി. ഇതിനകത്ത് മാനുവൽ ലംഘനം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ സ്വർണം പതിപ്പിച്ച പാളിയെ തന്നെ ചെമ്പ് എന്ന് ആക്കിയിരിക്കുന്നു. അതൊക്കെ മാറ്റി നിർത്താം നമുക്ക്. എങ്കിൽ പോലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ വലിയ ദുരൂഹ വ്യക്തിത്വം എന്ന് മന്ത്രിമാരടക്കം പറയുന്ന ഒരു സാഹചര്യമാണല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് ഇത്രയും സ്പോൺസർമാരെ അവിടേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു റൈറ്റ് അതാരാണ് കൊടുത്തത്? അതെങ്ങനെയാണ് സാധിക്കുന്നത്? അതുവരെ ഇല്ലാത്ത ഒരു കീഴ്വഴക്കമാണല്ലോ അത്. സാധാരണ വിജയ് മല്യ ഓക്കെ ഞാനിത് സ്വർണം പൂശാൻ പോകുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കാണിക്കയായി അത് ചെയ്യുന്നു. കുമരൻ സിൽക്സ് അത് ചെയ്യുന്നു. അങ്ങനെ വലിയ വ്യവസായികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. സാധാരണക്കാർക്ക് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, സാധാരണക്കാർക്കും ചെയ്യാം. പക്ഷേ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ആളെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന്, വ്യവസായികളെയൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? അത് ദേവസ്വം ബോർഡ് അറിയാതെ ചെയ്യാൻ പറ്റുമോ? അത് അവിടുത്തെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണോ അങ്ങനെ ഒരു കാര്യം നടന്നിരിക്കുന്നത്? ഈ സ്പോൺസർമാരെയൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ടുള്ള ഏർപ്പാട്, പിന്നെ ഈ ഇത്തരത്തിലുള്ള വാതിൽപ്പാളി അടക്കമുള്ളവ ഇങ്ങനെ നാടൊട്ടുക്ക് കൊണ്ട് നടന്ന് പൂജിക്കാൻ അതിനേത് തന്ത്രിയാണ് അനുമതി കൊടുത്തത്? അതൊക്കെ ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടാണോ? ഇത്തരം ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് ജയ്ക്ക്. അതുകൊണ്ടാണ് ഒരുപക്ഷെ സർക്കാരിനും ഇതിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്നത്. ആ സംശയം നല്ലതാണ്, ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും കോൺഗ്രസ് പ്രതിനിധി ദീർഘസമയമെടുത്ത് അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ, നിയമകാര്യങ്ങൾ, എൻ്റെ പാണ്ഡിത്യമില്ലായ്മ, എൻ്റെ അറിവില്ലായ്മ, എൻ്റെ പഠനക്കുറവ്, അതൊക്കെ അദ്ദേഹം പരാമർശിച്ചു. ഇരിക്കട്ടെ, കോൺഗ്രസ് പ്രതിനിധിയുടെ നിറഞ്ഞ നിയമ പാണ്ഡിത്യത്തെയും അറിവിനെയും ഇത്തരം കാര്യങ്ങളുടെ അവധാനതയും ഒക്കെ ഞാൻ ബഹുമാനിക്കുന്നു. എനിക്ക് അങ്ങയുടെ അക്കാര്യത്തിൽ ബഹുമാനം മാത്രമാണുള്ളത്. പക്ഷെ അങ്ങ് ഹൈക്കോടതി സുവോമോട്ടോ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഈ കള്ളനെന്ന് ഇപ്പോൾ നമ്മുടെ മുമ്പിലല്ല, പരിമിതികളോടുകൂടെയെങ്കിലും വിളിക്കാൻ കഴിയുന്ന ഇയാളുടെ വാക്കെടുത്ത് വെച്ച് തൊണ്ട തൊടാതെ പച്ചവെള്ളം കുടിക്കുന്നത് പോലെ കുടിച്ച അരിയാഹാരം കഴിക്കുന്ന നേതാവ് ആരായിരുന്നു? അതിന് മാത്രം കോൺഗ്രസ് പ്രതികരണം നടത്തിയതായി ഞാൻ കണ്ടില്ല. ഈ പോറ്റിയുടെ വാക്കാണ് എൻ്റെ വാക്ക് എന്ന് പ്രഖ്യാപിച്ച കേരളത്തിലെ രാഷ്ട്രീയക്കാരൻ ആരാ? അതിൽ ചോദിക്കുമ്പോൾ എന്താ കോൺഗ്രസ് പ്രതിനിധി മിണ്ടാതിരിക്കുന്നത്? ഇതെന്താണ്? അതിനകത്ത്
അതിനകത്ത് സംഭവിച്ചതിനേക്കാൾ വലിയ പിഴവാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പോറ്റിക്ക് ഇത്രയധികം ആളുകളെ സംഘടിപ്പിച്ച് അവിടെ വന്ന് ഈ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഈ സ്വർണം പൂശലടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? പിന്നെ ഇവരെയൊക്കെ കൂട്ടി എങ്ങനെയാണ് ശബരിമലയുടെ ഈ വാതിലടക്കമുള്ളവ കൊണ്ട് നടന്ന് പൂജിക്കാൻ പറ്റുന്നത്? അപ്പോൾ എന്ത് ചെയ്യുകയായിരുന്നു ഈ ദേവസ്വം ബോർഡും ദേവസ്വം വിജിലൻസും ഒക്കെ എന്ത് ചെയ്യുകയായിരുന്നു? എന്തുകൊണ്ട് ഇതൊന്നും ആരും അറിഞ്ഞില്ല? അല്ല, ഇതാണ് അങ്ങ് തൊട്ടു മുമ്പ് ചോദിച്ചത്. അപ്പൊ ആ ചോദ്യത്തിന് ഉന്നയിച്ച പരിഹാസങ്ങൾക്ക് അല്ല, അങ്ങ് ഈ ചോദ്യം ചോദിച്ചതാണല്ലോ. ഞാൻ പറയുന്നു, എനിക്ക് ഡയറക്റ്റായിട്ട് ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിൽ എനിക്ക് പ്രയാസമില്ല. ഞാൻ മറുപടി പറയാൻ തയ്യാറായിട്ടാണ് ഈ ചർച്ചയിലേക്ക് വന്നത്. അപ്പം പക്ഷേ അങ്ങ് ഒരു കാര്യം നീതിപൂർവ്വം ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് കോൺഗ്രസ് പ്രതിനിധി തെറ്റായ രാഷ്ട്രീയ കാര്യങ്ങൾ പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിലേക്കൊന്നും പോകേണ്ടതില്ല, ഇതിൽ കേന്ദ്രീകരിച്ചാൽ മതി എന്ന് അങ്ങ് പറയണമായിരുന്നു. ഞാൻ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ അങ്ങയുടെ ചോദ്യം അങ്ങ് 3 തവണ ആവർത്തിച്ചതുകൊണ്ട് എനിക്കെന്ത് കാര്യം? ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് ഞാൻ വരും. പക്ഷേ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് എനിക്ക് മറുപടി പറയേണ്ടതായിട്ടില്ലേ? അങ്ങനെ ഒരു സമീപനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാക്ക് തൊള്ള തൊടാതെ വിഴുങ്ങി വാർത്താ സമ്മേളനം നടത്തിയ കാര്യം തുടക്കത്തിലും ജേക്ക് പറഞ്ഞു. അതിനെക്കുറിച്ച് പറയണമെങ്കിൽ പറയാം, പക്ഷേ ഇതിന്റെ മറുപടിയും എനിക്ക് വേണം. തീർച്ചയായിട്ടും ആ മറുപടി തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനൊരു ഒറ്റ വാക്കൊരു വാചകമാണ് പറഞ്ഞത്. അദ്ദേഹം സുവമോട്ട കേസെടുക്കുന്നതിനെ സംബന്ധിച്ച്, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ പരിധിയെ സംബന്ധിച്ച്, ദേവസ്വം മന്ത്രിയുടെ പ്രതികരണങ്ങളെ സംബന്ധിച്ച്, അതോടൊപ്പം ഈ കാര്യത്തിനകത്ത് സർക്കാർ എന്തോ ഗൂഢാലോചന നടത്തി ഇത്തരം കള്ളന്മാരെ സംരക്ഷിക്കാനും സഹായിക്കാനും ശ്രമിച്ചു എന്ന കോൺഗ്രസ് ഭരണകാലയളവിലെ അനുഭവത്തെ മുൻനിർത്തി അദ്ദേഹം പറഞ്ഞതായിരിക്കാം. അത്രയും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എനിക്കതിന് മറുപടി പറയണ്ടേ? ഞാനൊരു ഒറ്റ കാര്യം പറഞ്ഞിടത്തോളം മാത്രം അവസാനിപ്പിച്ചിട്ട് അങ്ങയുടെ ചോദ്യത്തിലേക്ക് എങ്ങനെ എനിക്ക് നേരിട്ട് വരാൻ വേണ്ടി കഴിയുക? അപ്പൊ കോൺഗ്രസ് ഒരു സംശയം ഞാൻ അവസാനിപ്പിക്കാം ഒറ്റ വാചകത്തിൽ. കോൺഗ്രസ് പ്രതിനിധിക്ക് ഒരു പ്രയാസം കോൺഗ്രസ് പ്രതിനിധിക്ക് ഒരു പ്രയാസവും ഉണ്ടാകേണ്ടതില്ല, അങ്ങേക്കൊരു സംശയവും ഉണ്ടാകേണ്ടതില്ല. അങ്ങയുടെ കാലയളവിൽ കുമാര സഹോദരന്മാർ അമ്പലം വിഴുങ്ങി ദേവസ്വം ബോർഡിന്റെ പണം കട്ടുകൊണ്ടുപോയി അത് ഓംബുഡ്സ്മാന്റെ നടപടിക്ക് വിധേയമാക്കി ഹൈക്കോടതി കോളറിന് പിടിച്ച കുമാര സഹോദരന്മാരുടെ കോൺഗ്രസ് അനുഭവം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലയളവിൽ ഈ ദേവസ്വം മന്ത്രിയുടെയും ഈ ഗവൺമെന്റിന്റെയും കാലയളവിൽ ഉണ്ടാകില്ല. കാരണം നിങ്ങളുടെ കാലം കോൺഗ്രസിന്റെ കാലവും ഞങ്ങളുടെ കാലവുമാണ്. അതുകൊണ്ട് കുമാര സഹോദരന്മാരുടെ അമ്പലം വിഴുങ്ങ കാലഘട്ടം ഈ കാലയളവിൽ ഉണ്ടാകില്ല. അങ്ങേക്ക് തെറ്റിദ്ധാരണ വേണ്ട, അങ്ങേക്ക് ഭയപ്പെടേണ്ടതില്ല. പിന്നെ ആങ്കർ ചോദിച്ച ചോദ്യം, ഇത്തരത്തിൽ 2019 ഇപ്പോൾ സ്വീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വീഴ്ചകൾ, കുറ്റകരമായ അനാസ്ഥ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ബോർഡ് പ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ബോർഡിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ടോ? ഞാനൊരു ഏകപക്ഷീയമായ പ്രഖ്യാപനം നടത്തിയിട്ടില്ലല്ലോ. അതിനെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും സുതാര്യവും സമഗ്രവുമായ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഇതിൽ എത്ര ചെറിയ ഉദ്യോഗസ്ഥനും എത്ര വലിയ നേതൃത്വവുമാകട്ടെ, ഈ കാര്യത്തിൽ കുറ്റകരമായ അലംഭാവം മകസർ എഴുതുന്നതിൽ, സെക്യൂരിറ്റി സുരക്ഷയോടുകൂടി ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ, ഇവിടെ നിന്ന് പുറപ്പെട്ട് 30 ദിവസത്തിലധികം എടുത്തിട്ട് ചെന്നൈയുടെ ഇത്തരം സെക്യൂരിറ്റി കേന്ദ്രത്തിൽ ഇത് എത്തിക്കുന്നതിൽ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ പ്രചരണം ചെന്നൈയിലും കോട്ടയത്തെ ക്ഷേത്രങ്ങളിലും നടത്തി അത് കാണിച്ച് തട്ടിപ്പിന് വകയൊരുക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങളിൽ ആകെ സമഗ്രമായ അന്വേഷണം നടക്കട്ടെ. ചെറിയ തെറ്റിന്റെ എങ്കിലും ലാഞ്ചന ചെയ്തിട്ടുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോ നേതൃത്വമോ ആരുമാവട്ടെ, അവരെ സംരക്ഷിക്കാനോ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാനോ കേരളത്തിൽ ഇടതുപക്ഷവും CPIയും ഉണ്ടാവില്ല. അവരാരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരൊക്കെ വെള്ളം കുടിക്കും, ഒരു സംശയം വേണ്ടതില്ല. ശരി ജേക്ക്, വസന്ത് എന്തോ പറയാൻ ശ്രമിച്ചു. ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ ജസ്റ്റ് പറയാം. ഒരു കാര്യം പ്രധാനപ്പെട്ട, അദ്ദേഹം VD സതീശന്റെ പ്രതികരണത്തെ പറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ G സുധാകരന്റെ പ്രതികരണത്തെ കൂടി അങ്ങ് മനസ്സിലാക്കുന്നത് നന്നാവും. എന്റെ കാലത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല, ഞാനായിരുന്നെങ്കിൽ ഇത് ഉണ്ടാവുമായിരുന്നില്ല എന്ന് പറഞ്ഞ് G സുധാകരൻ ഏതായാലും കോൺഗ്രസ് നേതാവല്ല തൽക്കാലം, ഇപ്പോൾ വരെ, ഈ നിമിഷം വരെ. G സുധാകരനും സമാനമായ പ്രസ്താവന നടത്തിയെന്നാ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് മാത്രമായിരുന്നില്ല. വേദവാക്യമായതെന്നാ എന്റെ ചോദ്യം. അല്ല, G സുധാകരനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ. കുഴപ്പമില്ല, ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ. അമ്പലം വിഴുങ്ങി എന്ന് ഇപ്പോൾ നമ്മൾ കരുതുന്ന പോറ്റിയുടെ വാക്ക് വേദവാക്യമാക്കി വാർത്താ സമ്മേളനം നടത്തിയ സതീശനാണോ? നമ്മുടെ ദൃശ്യങ്ങൾ കണ്ട് കാര്യങ്ങൾ അമ്പലം വിഴുങ്ങി എന്ന് സംശയിക്കുന്ന എന്തിനാ? അമ്പലം വിഴുങ്ങി തന്നെ അങ്ങനെ പറയൂ, ആ ആർജവം കാണിക്കൂ. അതാണ് ഞാൻ ആദ്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ മതി. അതേ പിടിച്ചു. അല്ലല്ല
അല്ല, അങ്ങയോട് ഇപ്പോൾ അവിടുത്തെ പോറ്റി അടിച്ചു കൊണ്ടുപോയി സ്വത്തിന്റെ കാര്യം ചോദിക്കുമ്പോ അങ്ങ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കാലത്തെ കഥ പറയുന്നതിന് കുഴപ്പമില്ല. ഞാൻ പറയുന്നതിനാണോ പ്രശ്നം? അങ്ങ് കൃത്യമായി പറയൂ, അമ്പലം വിഴുങ്ങി എന്ന് തന്നെ പറയൂ. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കഥയല്ല പറഞ്ഞത്. അങ്ങേക്ക് വേറെന്തോ സംഭവിച്ചിട്ടിരിക്കുന്നു. വി ഡി സതീശന്റെ പ്രസ് മീറ്റ് നടക്കുന്ന സമയത്ത് തകരാറുണ്ടായിരിക്കും. അറിയാമോ? മതി. ഏതായാലും ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. അന്വേഷണത്തിലൂടെ ചെമ്പു സ്വർണ്ണവും ഒക്കെ തെളിയട്ടെ. രണ്ടുപേരും ഇപ്പോൾ മിണ്ടാതിരിക്കണം എന്നുള്ളതാണ്. ചർച്ചയുടെ സമയം അവസാനിച്ചു. വളരെയധികം നന്ദി ജെയ്ക്സി തോമസ്, ഒപ്പം വസന്ത് തെങ്ങുംപള്ളി ചർച്ചയ്ക്ക് എത്തിയതിന്.